ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫ്രണ്ട്ലി PSC. ഞാൻ ആര്യ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസമായിട്ട് യൂറോപ്യന്മാരുടെ ആഗമനം സംഭാവനയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. പോർച്ചുഗീസുകാരുടെ ആഗമനം, അവരുടെ സംഭാവന നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ ഡച്ചുകാരുടെ ആഗമനം നമ്മൾ ഓൾറെഡി പഠിച്ചു. ഇന്ന് ഡച്ചുകാരുടെ സംഭാവന നമുക്ക് വേഗം അങ്ങ് പഠിക്കാം. ഓക്കെ, ഡച്ചുകാര് എന്ന് പറയുന്നത് പ്രൊട്ടസ്റ്റന്റുകാരാണ്. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ അമൃതേശ്വർ ചോദിച്ചു, അപ്പൊ അവര് പെന്തക്കോസ് എന്ന് പറയുന്ന വിഭാഗമാണോ? അപ്പൊ ഈ പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിന്റെ അണ്ടറിൽ പെന്തക്കോസും വരുന്നുണ്ട്. പെന്തക്കോസ്, മെത്തഡിസ്റ്റ്, ലൂതറൻസ്, ബാപ്റ്റിസ്റ്റ്, ആംഗ്ലിക്കൻ, അങ്ങനെ കുറെ വിഭാഗം എല്ലാം ഈ പ്രൊട്ടസ്റ്റന്റിന്റെ കാര്യത്തിൽ വരുന്നതാ, പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിൽ വരുന്നതാ. അപ്പൊ പെന്തക്കോസ്തും അതിന്റെ ഒരു വിഭാഗമാണ്. ഡൗട്ട് ക്ലിയർ ആയല്ലോ. അപ്പൊ ഞാൻ നോക്കിയിട്ട് പറയാം എന്ന് പറഞ്ഞിരുന്നു. അപ്പോ അത് ക്ലിയർ ആയി. അപ്പൊ ഡച്ചുകാർ എന്ന് പറയുന്നത് പ്രൊട്ടസ്റ്റന്റ് വിഭാഗമാണ്. അവരാണ് രണ്ടാമത് പോർച്ചുഗീസുകാർ വന്നതിന് ശേഷം അവന്മാരാണ് ഇന്ത്യയിൽ വന്നത്. ഇവിടുന്ന് തിരിച്ചുപോയ യൂറോപ്യൻ 4 ശക്തികളില് ആദ്യം തന്നെ തിരിച്ചുപോയത് ആരാന്ന് ചോദിച്ചാൽ ഡച്ചുകാരാണ്. അത് ഓർത്തിരിക്കാൻ ഞാൻ കോഡ് പറയാം. തൽക്കാലം ഇപ്പൊ നമുക്ക് ഈ പോയിന്റുകൾ പഠിച്ചു പോയതിനു ശേഷം ഓർത്തിരിക്കാനുള്ള കിട്ടുതരാം. അപ്പോ അവന്മാരാണ് ആദ്യം തിരിച്ചു പോയെന്ന് പറഞ്ഞു. ഇനി ഇവന്മാരുടെ സംഭാവനകള്, അവര് നമ്മളോട് ഏത് രീതിയിലാ പെരുമാറിയിരുന്നത് എന്നൊക്കെ ഒന്ന് പറയാം. അതിൽ സംഭാവനകളാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. എന്നാലും അറിഞ്ഞിരിക്കാനായിട്ട് അവരുടെ പെരുമാറ്റം. ഇപ്പൊ കാത്തലിക്സ് എന്ന് വെച്ചാൽ കുറച്ച് കർക്കശക്കാരായിട്ടായിരുന്നു പോർച്ചുഗീസുകാർ നമ്മളോട് പെരുമാറിക്കൊണ്ടിരുന്നത്. മതത്തിന്റെ കാര്യത്തില് തക്കം കിട്ടിയാൽ കൊണ്ടുപോയി മതം മാറ്റുമായിരുന്നു. എന്നാൽ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവരുടെ കാലഘട്ടം എന്ന് വെച്ചാൽ അത് വെച്ച് നോക്കുമ്പോൾ കൂട്ടക്കൊലയും മറ്റു പൈശാചിക സംഭവങ്ങളൊക്കെ പൊതുവെ കുറവായിരുന്നു. പോർച്ചുഗീസുകാരെ വെച്ച് നോക്കുമ്പോൾ ഭീതിജനകമൊന്നും അല്ലായിരുന്നു, കുറച്ചുകൂടെ കൂളായിരുന്നു ഡച്ചുകാരുടെ എന്ന് പറയുന്നത്. പിന്നെ ഇപ്പൊ ഹിന്ദുക്കളോട് തന്നെ, ഇപ്പൊ അങ്ങോട്ട് മത തീവ്രവാദം എടുക്കാത്ത ഹിന്ദുക്കളോട് ഇവരും മാന്യമായിട്ട് തന്നെയാണ് ഡച്ചുകാർ പെരുമാറിക്കൊണ്ടിരുന്നത്. അതിന് തെളിവായിട്ട് പറയുന്നത് നമ്മുടെ വടക്കൻകൂർ രാജാവുമായിട്ട് 1740 ഡച്ചുകാർ ഒരു ഉടമ്പടി വെച്ചിരുന്നു. പ്രകാരം ഞങ്ങൾ ക്ഷേത്രങ്ങളൊന്നും തകർക്കില്ല, ക്ഷേത്രത്തിലെ പശുക്കളെയൊന്നും ഹത്യ ചെയ്യില്ല, കൊല്ലില്ല, അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ക്ഷേത്രത്തെ ഉപദ്രവിക്കില്ല, ക്ഷേത്രത്തിലെ പശുക്കളെ ഉപദ്രവിക്കില്ല. ഇന്ന് ഡച്ചുകാർ ആരുമായിട്ട് ഉടമ്പടി ചെയ്തത്? 1740 വടക്കൻകൂർ രാജാവുമായിട്ട് ഒരു ഉടമ്പടി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് അറിഞ്ഞിരുന്നാ മതി. ഇനി നമ്മൾ ഡച്ചുകാരുടെ സംഭാവന പറയാൻ പോവാണ്. ഡച്ചുകാരുടെ ഒരു പ്രധാന സംഭാവനയാണ് ഇവര് ആരോഗ്യകാര്യത്തിലൊക്കെ കുറച്ചുകൂടെ ശ്രദ്ധിച്ചിരുന്നു. ഇപ്പൊ പോർച്ചുഗീസുകാരുടെ കാര്യം പറയുമ്പോൾ നമ്മൾ വിദ്യാഭ്യാസ കാര്യത്തിലൊക്കെ അവർ കുറെ ഇംപ്രൂവ്ഡ് ആയിരുന്നു. അതായത് കോളേജ് സ്ഥാപിച്ച കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു പോർച്ചുഗീസുകാരുടെ. പക്ഷെ ഈ വിദ്യാഭ്യാസപരമായ കാര്യത്തിൽ ഡച്ചുകാർക്ക് എടുത്തു പറയത്തക്ക സംഭാവനകളൊന്നും ഇല്ലെങ്കിലും തൊഴിൽപരമായിട്ടും ആരോഗ്യകരമായിട്ടും കൃഷിയൊക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ ഡച്ചുകാർക്ക് കുറച്ച് പറയത്തക്ക കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനൊന്നാമത്തെ ഒരു പ്രൂഫായിട്ട് ആരോഗ്യ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് അവർ കുഷ്ഠരോഗ ആശുപത്രി പള്ളിപ്പുറത്ത് സ്ഥാപിച്ചു. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. കുഷ്ഠരോഗ ആശുപത്രി സ്ഥാപിച്ചത് ഡച്ചുകാരാണ്. പിന്നെ പുതിയ തരം ഉൽപ്പന്നങ്ങളൊക്കെ അവർ പരീക്ഷിച്ചു. അതുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ശാസ്ത്രീയ കൃഷി രീതികളൊക്കെ ഇവരിറക്കി. അതിന് ഉദാഹരണമാണ് ഈ തുണിയിലൊക്കെ ചായ മുക്കുന്ന മറ്റേ ഇൻഡിഗോയില്, നീലാംബരി, അത് ഒരു പുതിയ ഉൽപ്പന്നമായിട്ട് അവർ കൊണ്ടുവന്നതാ. അപ്പൊ ചായ മുക്കാൻ പറ്റും തുണിയില്. അപ്പൊ ഇത് ചായ മുക്കാനായിട്ട് കുറെ ജനങ്ങളെ ഇവർ കൊണ്ടുവരികയും ചെയ്തു, അതിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള. അവർക്ക് ഒരു പുതിയ തൊഴിൽ കണ്ടെത്താൻ പറ്റി. അപ്പൊ നീലാംബരി കൃഷിയിലൂടെ നമ്മുടെ ഇവിടെയുള്ള കർഷകർക്ക് ഒരു പുതിയ തൊഴിലായി. അപ്പൊ അതായത് പുതിയതരം ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരികയും അതിന്റെയൊക്കെ ശാസ്ത്രീയ കൃഷി രീതി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. പിന്നെ അടുത്തത് കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ തെങ്ങ് കൃഷി വ്യാപിച്ചു. ഈ തെങ്ങ് കൃഷി നമ്മൾ പോർച്ചുഗീസുകാരുടെ കേസിലും പഠിച്ചതാ. കാരണം വാസ്കോ ഡ ഗാമയുടെ വെച്ച് ഞാൻ പറഞ്ഞു, മറ്റേ കയറ് ഉപ്പുവെള്ളത്തിൽ പിടിക്കില്ല, ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല. അതുകൊണ്ട് അവര് കയറിന്റെ എക്സ്പോർട്ടിനൊക്കെ പ്രാധാന്യം കൊടുത്തിരുന്നു. അപ്പൊ അതുപോലെ ഇവന്മാരും എന്തായിരുന്നു, തെങ്ങ് കൃഷിക്ക് നല്ല പ്രാധാന്യം കൊടുത്തു, പ്രത്യേകിച്ച് കേരള തീരത്ത്. അതിന് സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ഈ വെണ്ടുരുത്തി, വൈപ്പിൻ, ഇപ്പൊ എറണാകുളത്ത് പോയാൽ നിങ്ങൾക്ക് കാണാം വെണ്ടുരുത്തി, വൈപ്പിൻ. ഇപ്പൊ കേരളം മൊത്തത്തിൽ തെങ്ങ് കൃഷി ഉണ്ട്. എന്നാലും ഇവന്മാര് വെണ്ടുരുത്തി, വൈപ്പിൻ പ്രദേശത്തൊക്കെ തെങ്ങ് കൃഷി വളരെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. പിന്നെ തെങ്ങിന്റെ ഉപോൽപ്പന്നമായ വെളിച്ചെണ്ണയും കയറിനും ഒക്കെ ഇവന്മാര് നല്ലൊരു കമ്പോളം നേടിത്തന്നു. അപ്പൊ ഇവിടെ നിന്ന് ഇഷ്ടംപോലെ വെളിച്ചെണ്ണയും പിന്നെ കയറും ഒക്കെ എക്സ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് ഇവിടുത്തെ കർഷകർക്ക് ഇഷ്ടംപോലെ വ്യവസായം ചെയ്യാൻ പറ്റി. ഇവിടെ കർഷകർക്ക് പൈസ കിട്ടാൻ തുടങ്ങി. അപ്പൊ വെളിച്ചെണ്ണ, കയറിനൊക്കെ നല്ല കമ്പോളം അവന്മാർ അവിടെ ഉണ്ടാക്കി തന്നു യൂറോപ്പില്.
പിന്നെ നെൽകൃഷി പ്രോത്സാഹിപ്പിച്ചു. നെൽകൃഷി നമ്മൾ ആദ്യമായിട്ടാണ് പഠിക്കുന്നത്. തെങ്ങ് നമ്മൾ പോർച്ചുഗീസിൽ പഠിച്ചു, പക്ഷെ നെൽകൃഷി നമ്മൾ ആദ്യമായിട്ടാ പഠിക്കുന്നത്. പിന്നെയോ അമരകൃഷി. അമരകൃഷി നമ്മൾ ആദ്യമായിട്ടാ പഠിക്കുന്നത്. ഇൻഡിഗോ, ചായം മുക്കാൻ വേണ്ടിയിട്ട്, അത് അവര് കൃഷി ചെയ്തിരുന്നു. അപ്പൊ നെൽകൃഷിയും അമരകൃഷിയും പ്രോത്സാഹിപ്പിച്ചത് ഡച്ചുകാരാണ്. പിന്നെ വ്യാവസായികമായി ഉപ്പ് നിർമ്മാണം, പിന്നെ നേരത്തെ അമരകൃഷി ചെയ്തിരുന്നല്ലോ, അപ്പൊ ചായം മുക്കലും. ഇനി നമുക്ക് ഇതൊന്ന് ഓർത്തു വെക്കാം. ഡച്ചുകാർ എന്ത് ഓർക്കണോന്നാ പറഞ്ഞത്? ഡച്ച് ഒച്ചെന്ന് ഓർക്കണോന്നല്ലേ പറഞ്ഞത്? ഇത് വെറും കോഡാണ്, യാതൊരു ലോജിക്കുമില്ല, വെറും കോഡ്. നിങ്ങൾ എങ്ങാനും മറന്നുപോയാൽ പരീക്ഷ ഹോളിൽ ഇങ്ങനെ നട്ടം തിരിയുമ്പോൾ ഓർക്കാൻ ഒരു കോഡ് അത്രേ ഉള്ളൂ. ഡച്ച് നമ്മൾ ഒച്ചെന്നും പറഞ്ഞ ഓർക്കുന്നത്. അപ്പൊ പൊന്തക്കാട്ടിലൊക്കെ ഒച്ചാണ്, ഡച്ചുകാരെ ലന്തക്കാരെന്ന് പറയുമെന്ന് ഓർക്കാം. പിന്നെ ഒച്ചാണെങ്കിലും അവന്മാർ ആദ്യം തന്നെ എഴഞ്ഞ് തിരിച്ചുപോയി. അതായത് 4 യൂറോപ്യൻ ശക്തികളിൽ ആദ്യം പോയത് നമ്മുടെ ഒച്ചാണ്. സ്പീഡ് കുറവാണെങ്കിലും വേഗം പോയി. പിന്നെ കുഷ്ഠരോഗാശുപത്രി. അപ്പൊ ഈ ഒച്ചയൊക്കെ കേറുമ്പോ എന്തെങ്കിലും കുഷ്ഠരോഗം വരുമെന്നോ എന്തെങ്കിലും അസുഖം വരുമെന്നോ അപ്പൊ ആശുപത്രി സ്ഥാപിച്ചെന്നോ ഓർക്കുക. അപ്പൊ ഒച്ച കയറി കുഷ്ഠരോഗം വന്നു, ആശുപത്രി. പിന്നെ തെങ്ങ് കൃഷി പ്രോത്സാഹിപ്പിച്ച കേസ്, അത് രണ്ടുപേർക്കും ഉള്ളതുകൊണ്ട് നിങ്ങളത് മറക്കത്തില്ല. പിന്നെ നെൽകൃഷിയും അമരകൃഷിയും, കേട്ടോ, നെൽകൃഷിയും അമരകൃഷിയും ആ രീതിയിൽ ഓർക്കണം. പിന്നെ ഉപ്പ് നിർമ്മാണം ഹൈലൈറ്റ് ആണ്. അതായത് നമ്മൾ പണ്ടേ ഉപ്പ് കുറുക്കുമായിരുന്നു ഇവിടെ, പിന്നെ നമ്മൾ ഉപ്പ് എവിടെ നിന്ന് എടുക്കും? പക്ഷെ ഇവര് വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉപ്പ് കൃഷി നമ്മളെ ഉപ്പ് കൃഷിയല്ല, ഉപ്പ് വ്യവസായത്തിന് ഒരു അടിത്തറയിട്ട് തന്നത് ഡച്ചുകാരാണ്. എടാ, ഈ ഒച്ചിന്റെ പുറത്ത് ഉപ്പിടുമ്പോ ഒച്ച് ബ്ലിങ്ങൂന്നായി പോകത്തില്ലേ? അതിന്റെ വാട്ടർ കണ്ടന്റ് ഒക്കെ പോയി അതും ഇതായി പോകത്തില്ല. അപ്പൊ ഒച്ച് ഉപ്പ്, ഡച്ച് ഉപ്പ്, മറക്കരുത്. 4 പേരും പഠിച്ചു കഴിയുമ്പോ അയ്യോ ഉപ്പാരുടെയിരുന്നേ എന്ന് പറഞ്ഞിങ്ങനെ നടക്കരുത്. ഒച്ചിലാണ് ഉപ്പിടണെന്ന് ഓർത്താൽ ഇനി നിങ്ങൾ മറക്കില്ല. അപ്പൊ നിങ്ങൾ ഉപ്പ് മറക്കത്തില്ലെന്ന് എനിക്കിപ്പോ ഉറപ്പായി. പിന്നെ ഉപ്പും ആ ചായ മുക്കല്, വസ്ത്രത്തിൽ ചായ മുക്കലും ഡച്ചുകാരുടെയാണ്. ഇത്രയും ക്ലിയർ ആണല്ലോ. ഇനി ഇവന്മാരുടെ പിന്നെ വേറൊരു സംഭാവനയും കൂടെ ഉണ്ട് കേട്ടോ. അതായത് ഇവര് തെക്കൻ തിരുവിതാംകൂർ പ്രദേശത്ത് ഇരണി, കോട്ടാറ് അവിടെ നിന്നൊക്കെ വെറും സാധാരണ തുണി, അവരുണ്ടാക്കുന്ന സാധാരണ തുണി ഇവിടുന്ന് മേടിച്ചുകൊണ്ട് യൂറോപ്പിൽ കൊണ്ടുപോയി. യൂറോപ്യൻകാർക്ക് അത് ഭയങ്കര ഇഷ്ടമായി. ആ സമയം നമ്മുടെ ഇവിടുത്തെ വെറും സാധാരണ തുണിക്ക് യൂറോപ്പിൽ ഒരു കമ്പോളം ഉണ്ടാക്കി കൊടുത്തതും ആരാണ്? ഡച്ചുകാരാണ്. സാധാ തുണി, അപ്പൊ തുണിയുമായിട്ട് ബന്ധപ്പെട്ടതൊക്കെ ഡച്ചുകാരാ, ഉപ്പുമായിട്ട് ബന്ധപ്പെട്ടത് ഡച്ചുകാരാണ്. ഇനി അടുത്തതാണ് ഇവന്മാരുടെ ഹൈലൈറ്റ്. ഇതാണ് PSC സ്ഥിരമായിട്ട് ചോദിക്കുന്നത്. അതായത് ഹോർത്തൂസ് മലബാരിക്കസ് എന്ന ഒരു ഗ്രന്ഥമാണ് ഇവന്മാരുടെ വലിയൊരു സംഭാവന. അതായത് അതിന് നേതൃത്വം കൊടുത്തത് അഡ്മിറൽ വാൻഡ്രീഡ് ആണ്. ഡച്ചുകാരൻ അഡ്മിറൽ വാൻഡ്രീഡ്. അതായത് നമ്മളുടെ ഇവിടെ ഒത്തിരി സസ്യജാലങ്ങൾ ഉണ്ടെന്ന് അറിയാലോ കേരളത്തില്. അപ്പൊ മലബാറിലെ 740ഓളം സസ്യങ്ങളുടെ വിശദമായ ഒരു ബുക്കാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ഇപ്പൊ സസ്യം, അതിന്റെ പടം, അതിന്റെ തരം, അതിന്റെ ഇലകളുടെ ഷേപ്പ്, ഇതെല്ലാം ഉൾക്കൊള്ളിച്ച് ആണ് ഈ ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം പ്രിപ്പയർ ചെയ്തിരുന്നത്. ഈ ഹോർത്തൂസ് മലബാറിക്കസിന് 12 വാല്യങ്ങൾ ഉണ്ടായിരുന്നു. 12 വാല്യം. ഇതില് ആദ്യത്തെ വാല്യം ഇറക്കിയത് 1678 മെയ് 8-ന് ഒരു പിന്നെ ബൊട്ടാണിസ്റ്റ് ആയിട്ടുള്ള ഒരു സസ്യശാസ്ത്രജ്ഞൻ ആയിട്ടുള്ള പ്രൊഫസർ അർണോൾഡ് ഡയൻ ആണ് അതിന്റെ ഫസ്റ്റ് വാല്യം ആംസ്റ്റർഡാമിൽ നിന്ന് പുറത്തിറക്കിയത്. ഇതുപോലെ ഈ ഹോർത്തൂസ് മലബാറിക്കസിനെ നമ്മള് കേരളാരാമം എന്നും പറയുന്നുണ്ട് കേട്ടോ. അല്ലെന്തോ ഓർക്കണം. ഓക്കെ, കേരളാരാമം എന്ന് വെച്ചാൽ എന്താ? ആരാമം, പൂന്തോട്ടം. മലയാളത്തിൽ പഠിച്ചില്ലേ? PYQ ആണ്. ആരാമം, കേരളത്തിലെ പൂന്തോട്ടം, കേരളാരാമം എന്നറിയപ്പെടുന്നത് ഈ ഹോർത്തൂസ് മലബാറിക്കസ് ഗ്രന്ഥമാണ്. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇപ്പൊ തെങ്ങാണെങ്കിൽ തെങ്ങിന്റെ പടമൊക്കെ അതിലുണ്ടാവും. ഇലകളുടെ ഷേപ്പ് എങ്ങനെയാണ് അതൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ആരെങ്കിലും വരയ്ക്കണ്ട, അല്ലാതെ അന്ന് ക്യാമറ ഉണ്ടാവും ഒക്കെ ചെയ്യാൻ ഇല്ലല്ലോ. അപ്പൊ അത് വരയ്ക്കണം, ആരെങ്കിലും വരയ്ക്കണം. ചിത്രം വരയ്ക്കാനായിട്ട് ഒരു കാർമലൈറ്റ് സന്യാസിയെയാണ് വാൻഡ്രീഡ് ഏർപ്പാട് ചെയ്തിരുന്നത്. അദ്ദേഹത്തിന്റെ പേരെന്താണ്? മാത്യൂസ്. അദ്ദേഹത്തിന്റെ പേരെന്താണ്? മാത്യൂസ് എന്നാണ്. മാത്യൂസ് ആദ്യം പ്രതിപാദിക്കുന്നത്, കേരളത്തിലാവുമ്പോ ആദ്യം പ്രതിപാദിക്കുന്നത് എന്തായിരിക്കും? ഇവിടെ തെങ്ങായിരിക്കത്തില്ലേ? കേട്ടോ, തെങ്ങും അവസാനം എന്താണ്? ആലും. ആദ്യം തെങ്ങും പിന്നെ ആലുമാണ് പ്രതിപാദിച്ചത്. പിന്നെ ഇതിന് സഹായിച്ച ഒരു ഈഴവ വൈദ്യനുണ്ട്, ഞങ്ങളുടെ നാട്ടുകാരനാ, ചേർത്തല. അപ്പോ അദ്ദേഹത്തിന്റെ പേരാണെന്ത്? ഇട്ടി അച്യുതൻ. നല്ല ഈട്ടി പോലെ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്ന ആളാണ്. ഇട്ടി അച്യുതൻ എന്ന് ഓർത്താൽ മതി. ഇട്ടി അച്യുതൻ.
ചോദിച്ചിട്ടുണ്ട്, PYQ കേട്ടോ. പിന്നെ ഇതിന് കുറെ ബ്രാഹ്മൺ സഹായിച്ച 3 ബ്രാഹ്മിൺസ് ഉണ്ട്. ഇതൊക്കെ SCERT ടെക്സ്റ്റിലുള്ളതാണ്, ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ എന്താണ്, അപ്പു ഭട്ട്, രംഗ് ഭട്ട്, വിനായക ഭട്ട്. ആ ഭട്ട് വെച്ചിട്ട് ഓർക്കാം. അപ്പു ഭട്ട്, രംഗ് ഭട്ട്, വിനായക ഭട്ട്. ആ ഓർഡറിൽ അങ്ങ് പറഞ്ഞു പഠിച്ചു വെച്ചാൽ മതി. അപ്പു ഭട്ട്, രംഗ് ഭട്ട്, വിനായക ഭട്ട്. പിന്നെ ഈ ഹോർത്തൂസ് മലബാറിക്കസിലെ ഭാഷ ഏതായിരുന്നു അറിയാവോ? മെയിൻ ഭാഷ ഏതായിരുന്നു? ലാറ്റിൻ ആയിരുന്നു കേട്ടോ. മെയിൻ ഭാഷ ലാറ്റിൻ ആയിരുന്നു. പിന്നെ ഇതില് മലയാളം ലിപികള് ആദ്യമായിട്ട് പ്രിന്റ് ചെയ്തത് ഈ ബുക്കിലാണ്. മലയാളം ലിപികൾ ആദ്യമായിട്ട് അച്ചടിച്ചത് ഈ ബുക്കിലാണ്. അങ്ങനെയാണെങ്കിൽ മലയാളത്തിൽ അച്ചടിച്ച ആദ്യ ബുക്ക് ഏതാ? അത് സംക്ഷേപ വേദാർത്ഥമാണ്. ഞാനത് മലയാളം ക്ലാസ്സിൽ സാഹിത്യത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതെന്ന് വെച്ചാൽ മലയാളം ലെറ്റർ, മലയാള അക്ഷരങ്ങൾ പ്രിന്റ് ചെയ്തിട്ടേ ഉള്ളൂ. അത് നമ്മുടെ ഹോർത്തൂസ് മലബാറിക്കസിലാണ്. എന്നാൽ മലയാളത്തിൽ പ്രിന്റ് ചെയ്ത ആദ്യ ബുക്ക് അത് സംക്ഷേപ വേദാർത്ഥമാണ്. ഇത്ര പക്കയാണല്ലോ. പിന്നെ ഈ ഹോർത്തൂസ് മലബാറിക്കസ് ലാറ്റിനിലാന്ന് നമ്മൾ പറഞ്ഞു. ഇത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട് നമ്മളുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ബോട്ടണി വിഭാഗം മേധാവിയായിട്ടുള്ള ഡോക്ടർ KS മണിലാൽ. അപ്പൊ നമ്മളുടെ KS മണിലാൽ സാർ അത് തർജ്ജമ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എടുത്ത് പ്രസിദ്ധീകരിച്ചത് ആരാ? ഇത്രയും വലിയ സാധനമൊക്കെ പ്രസിദ്ധീകരിക്കണമെങ്കിൽ കേരളത്തിന്റെ പേര് കൂട്ടിയിട്ടുള്ള യൂണിവേഴ്സിറ്റി ആയിരിക്കത്തില്ലേ? കേരള യൂണിവേഴ്സിറ്റി കേട്ടോ. അപ്പൊ അത് പ്രസിദ്ധീകരിച്ചത് കേരള യൂണിവേഴ്സിറ്റിയാണ്. ഞാൻ ഏതെങ്കിലും പോയിന്റ് വിട്ടു പോയിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ട് ഇതിൽ നിന്ന് ചോദിക്കാറുള്ളത് കേട്ടോ. പിന്നെ കൊങ്ങിണിയൊക്കെ ഉണ്ടായിരുന്നു ഇതില്. മലയാളം, കൊങ്ങിണി, ഇതൊക്കെ സംസ്കൃതം, അതൊക്കെ ഉണ്ടായിരുന്നു ഇതില്. അപ്പോ ഇത്തരം കാര്യങ്ങൾ കിട്ടിയോ നിങ്ങൾക്ക്? ഓക്കെ. അപ്പൊ ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്ന അത് 12 വാല്യൂ അല്ലേ? അതും ഇത്രയും കണ്ടന്റ് ഉള്ളതല്ലേ? ഇത്തിരീശി ആയിട്ടല്ലേ നമുക്ക് അടിച്ചിറക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആദ്യത്തെ 1678 പ്രിന്റ് ചെയ്ത് ലാസ്റ്റത്തെ വോളിയം 1703 പ്രിന്റ് ചെയ്തത്. അപ്പൊ കാലഘട്ടം എന്ന് പറയുമ്പോ 1678 ടു 1703 വരെയാണ്. ഇത്ര ഓക്കെ ആയല്ലോ? ഇത്ര ഓക്കെ ആയി. പിന്നെ അഡ്മിറൽ വാൻ റീഡ്. അപ്പൊ ഹോർത്തൂസ് മലബാറിക്കസിൽ ഇത്ര എഴുതിയത് നമുക്കൊക്കെ റീഡ് ചെയ്ത് പഠിക്കാൻ വേണ്ടിട്ടാ. അപ്പൊ അതാരാ തന്നെ? അഡ്മിറൽ വാൻ റീഡ് കേട്ടോ. അഡ്മിറൽ വാൻ റീഡ് ആണ്. പിന്നെ അർണോൾഡ് ഡയസ് ആണ് ആംസ്റ്റർഡാമിൽ കൊണ്ടുപോയി. എടാ ഇത് ഈ പറയുന്ന സാധനമൊക്കെ കളക്ട് ചെയ്ത് ആംസ്റ്റർഡാമിൽ വരെ, അതായത് എവിടെ? ഹോളണ്ട്, നെതർലൻഡ് വരെ കൊണ്ടുപോയി ഇത് അടുപ്പിക്കണമെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു മസിലൊക്കെ ഉള്ള ഒരാൾ വേണ്ടേ? അപ്പൊ അയാൾ ഏതാളാണ്? അത് നമ്മുടെ അർണോൾഡ് ആണ്. അപ്പൊ അത്ര മസിലൊക്കെ ഉള്ള അർണോൾഡിനെ കൊണ്ടേ അതൊക്കെ സാധിക്കുള്ളൂ. ഇത്ര ഓക്കെ ആയോ? അപ്പൊ അർണോൾഡ് ആണ് ഇതുമായിട്ട് പോയത്. അപ്പൊ അത്ര മസിലുള്ള അർണോൾഡിനെ ഇത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഫസ്റ്റ് പ്രിന്റ് ചെയ്യിക്കാൻ പോയത് ബൊട്ടാണിസ്റ്റ് ആയിട്ടുള്ള അർണോൾഡ് ആണെന്ന് നോക്കാം. അപ്പൊ അർണോൾഡിനെ കിട്ടും. ഇത്രയും കിട്ടിയല്ലോ. പിന്നെ ഇതിന്റെ സന്യാസി, ഇതിൽ പങ്കെടുത്ത സന്യാസി ചിത്രം വരച്ച ആളാരാ? മാത്യൂസിനെ എങ്ങനെ ഓർക്കാനാ? നമ്മുടെ ഒരു ഫിലിം സ്റ്റാർ അല്ലേ, എന്റെ പേര് മാത്യൂസ് എന്നല്ലേ? തണ്ണീർമത്തൻ ദിനങ്ങളിലെ പയ്യൻ മാത്യൂസ്, അവന്റെ പേരാണ്. പിന്നെ ആദ്യത്തെ തെങ്ങ്, രണ്ടാമത്തെ ആല്. പിന്നെ ഇഴവൈദ്യൻ, അല്ല ഇട്ടി പോലെ ഉറച്ച നമ്മുടെ ഇഴവൈദ്യൻ ഇട്ടി അച്യുതൻ. പിന്നെ മറ്റത് നിങ്ങൾ പാടിച്ചു വെച്ചാൽ മതി. അപ്പുഭട്ട്, രംഗഭട്ട്, വിനായക ഭട്ട്. പിന്നെ മലയാള തർജ്ജമ ചെയ്തത് KS മണിലാൽ. ഇത്തരം കാര്യങ്ങൾ ഓക്കെ ആണല്ലോ. അദ്ദേഹം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ്, മേധാവിയായിരുന്നു ബോട്ടണി വിഭാഗത്തിന്റെ. ബോട്ടണി ആയിരിക്കുമല്ലോ ഹോർത്തൂസ് മലബാറിക്കസ്. പിന്നെ പ്രസിദ്ധീകരിച്ച് കേരള യൂണിവേഴ്സിറ്റി. ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ടും ഇതിലുള്ളത്. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ മറന്നു. നിങ്ങള് ഈ ബോൾഗാട്ടി പാലസ് എന്ന് കേട്ടിട്ടുണ്ടോ? 1744, അതായത് നമ്മുടെ ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും കൂടെ യുദ്ധം ചെയ്തു, കുളച്ചൽ യുദ്ധം. അത് കഴിഞ്ഞ് ഡച്ചുകാർ ഒരുവിധം ഒതുങ്ങി. അത് കഴിഞ്ഞ് ഡച്ചിലുള്ള ഒരു നല്ല കാശുകാരൻ വ്യാപാരി പിന്നെ കൊച്ചിയിൽ പണിത ഒരു കൊട്ടാരമാണ് ബോൾഗാട്ടി പാലസ്. ഒക്കെ പണിത് കഴിഞ്ഞ് പിന്നെ ഹൈദരാലിയും ആക്രമിച്ചു, ടിപ്പു ആക്രമിച്ചു, എല്ലാരും കഴിഞ്ഞപ്പോഴത്തേക്ക് ഡച്ചുകാർക്ക് പിന്നെ ഇവിടുന്ന് വിട്ടു പോവേണ്ടി വന്നു. അപ്പൊ 1744 ബോൾഗാട്ടി പാലസ് ഡച്ചുകാർ. അത് ഓർത്തു വെക്കാനേ. എടാ നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്ന വഴി ബോള് ഗേട്ടിലേക്ക് പോയാൽ, നമ്മൾ നേരത്തെ പൊന്തക്കാട് പറഞ്ഞു, ബോള് ഗാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൽ ഒച്ച കയറത്തില്ലേ? കാട്ടിൽ ബോൾ കിടന്ന അതിൽ ഒച്ചയ്ക്ക് കയറത്തില്ലേ? അപ്പൊ ബോൾ ഗാട്ടി ഒച്ചാണ്.
അതായത് ഡച്ചുകാര്. സെറ്റ് ആയല്ലോ. ബുൾഗാട്ടി പാലസ് ഡച്ചുകാര്. പിന്നെ ഇന്നലെ ഡച്ചുകാരുടെ പതനം ഞാൻ പറഞ്ഞിരുന്നു കേട്ടോ. ഡച്ചുകാരുടെ പതനം പറഞ്ഞപ്പോ കുറച്ചുകൂടെ അഡീഷണൽ പോയിന്റ്സ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഓർത്തത്, ഞാനത് ക്ലാസ്സിൽ പറഞ്ഞില്ല. വേണമെങ്കിൽ ഒന്ന് കേട്ടിരുന്നോ? അതൊന്നും വരത്തില്ല. എന്നാലും നിങ്ങളുടെ എങ്ങാനും ഇപ്പൊ ചോദിക്കുകയാണെങ്കിൽ ഒന്ന് അറിഞ്ഞിരുന്നാ മതി, വേറെ ഒന്നുമില്ല. അതായത് നമ്മൾ ഇന്നലെ പറഞ്ഞു ഡച്ചുകാരുടെ പതനം കേരളത്തിൽ സംഭവിക്കാൻ ഇടയായത് 1766 മൈസൂരിലെ ഹൈദരാലി കൊച്ചി ആക്രമിച്ചു. കൊച്ചി ആക്രമിച്ചിട്ട് ചേറ്റുവും പാപ്പിനുവട്ടമൊക്കെ പിടിച്ചെടുത്ത കാര്യം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഹൈദരാലി കുറെ നാൾ കഴിയുമ്പോൾ മരിച്ചു പോയല്ലോ. അത് കഴിഞ്ഞാൽ ഹൈദരാലിയുടെ മോൻ വരുമല്ലോ, നോർമലി വരും. ആരാ? ടിപ്പു സുൽത്താൻ. അങ്ങനെ 1792 ടിപ്പു സുൽത്താൻ, ഓൾറെഡി ടിപ്പു സുൽത്താന്റെ കയ്യിൽ നമ്മുടെ മലബാറിൽ കുറെ പ്രദേശമൊക്കെ ഉണ്ട്. ഹൈദരാലി നമ്മുടെ പഴശ്ശി വിപ്ലവത്തിൽ നിങ്ങൾ പഠിച്ചതാണ്. ആ പ്രദേശമൊക്കെ കുറച്ച് പിന്നെ ടിപ്പു സുൽത്താന്റെ കൺട്രോളിലായിരുന്നു. അത് പിന്നെ അവരുടെ കയ്യിൽ നിന്ന് ആരാ പിടിച്ചെടുക്കുന്നേ? ബ്രിട്ടീഷുകാരല്ലേ. അങ്ങനെ ഈ പറയുന്ന ഹൈദരാലിയുടെ മോൻ, ഹൈദരാലി മരിച്ചു കഴിയുമ്പോൾ ഹൈദരാലിയുടെ മോനായിട്ടുള്ള ടിപ്പുവിന്റെ കയ്യിൽ നിന്ന് അവരുടെ മലബാറൊക്കെ അവരുടെ കയ്യിലായിരുന്നു ആ സമയത്ത്. മലബാറൊക്കെ നമ്മുടെ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തായിരുന്നു. ഞാനിപ്പോ പറഞ്ഞു വരുന്നത്, നമ്മൾ നാളെ പഠിക്കാൻ പോകുന്നത് എന്താ? ബ്രിട്ടീഷുകാരാ. അപ്പൊ ഡച്ചുകാരെ ഓടിച്ചാലേ ബ്രിട്ടീഷുകാരെ പഠിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. അങ്ങനെ ബ്രിട്ടീഷുകാർ ശക്തന്മാരായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കേരളം ബ്രിട്ടീഷുകാരുടെ അധീനതയിൽ ഇങ്ങനെ ആയി വരും തോറും ഡച്ചുകാർക്ക് വ്യാപാരികൾ എന്നൊരു സ്ഥാനം ഇങ്ങനെ നഷ്ടപ്പെട്ട് ഇങ്ങനെ വരിക. അതിന്റെ ഇടയ്ക്ക് നെപ്പോളിയനുമായിട്ടുള്ള യുദ്ധത്തില് ഡച്ചുകാര് ഇംഗ്ലീഷുകാർക്ക് എതിരായിരുന്നു. അപ്പൊ ആ വൈരാഗ്യം ആർക്ക് എന്തായാലും കാണും? ബ്രിട്ടീഷുകാർക്ക് കാണും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ വൈരാഗ്യം ഉള്ളിലോ, പിന്നെ ഒരു അമ്പതിനെ കൂട്ടക്കൊലയൊക്കെ നേരത്തെ ഉണ്ടായിട്ട് ഞാൻ ക്ലാസ്സിന്റെ ഇടയ്ക്ക് പറഞ്ഞായിരുന്നു. എവിടെ? കൊളംബോയിൽ വെച്ചിട്ട്, ലക്ഷദ്വീപിൽ വെച്ചിട്ട്, ലക്ഷദ്വീപിലല്ല, ശ്രീലങ്കയിൽ വെച്ചിട്ട്. അപ്പൊ ആ വൈരാഗ്യവും പിന്നെ നെപ്പോളിയനെതിരായിട്ട് ഡച്ചുകാർ നിന്ന ആ വൈരാഗ്യവും, നെപ്പോളിയനുമായിട്ടുള്ള യുദ്ധത്തില് ഇംഗ്ലീഷുകാർക്കെതിരായിട്ട് ഡച്ചുകാർ നിന്ന ആ വൈരാഗ്യം ഒക്കെ കൊണ്ട് ബ്രിട്ടീഷുകാർക്ക് ഡച്ചുകാരോടൊരു ദേഷ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് കേരളത്തിൽ ഡച്ചുകാരെ എതിർത്ത് തോൽപ്പിച്ചേ മതിയാവൂ എന്ന് ബ്രിട്ടീഷുകാരും പ്രതിജ്ഞ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ദേഷ്യം ഇങ്ങനെ പിടിച്ചുകൊണ്ട്, ദേഷ്യം ബ്രിട്ടീഷുകാരുടെ കയ്യിലുണ്ട്. അത് കഴിഞ്ഞ് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? 1795 ആയപ്പോഴത്തേക്ക് ഇംഗ്ലീഷുകാര്, അതായത് ബ്രിട്ടീഷുകാര് കൊച്ചി കോട്ടയം കൂടെ പിടിച്ചെടുത്തു. അതോടുകൂടി ഡച്ചുകാരുടെ എല്ലാ പിടിവള്ളിയും പോയി. ഇവന്മാരുടെ കൊച്ചിയൊക്കെ മെയിൻ സാധനങ്ങളല്ലായിരുന്നു ഡച്ചുകാരുടെ. അപ്പൊ അതും പോയി. അങ്ങനെ വന്നപ്പോ യൂറോപ്പിലെ യുദ്ധം, നേരത്തെ പറഞ്ഞ നെപ്പോളിയന്റെ ഒക്കെ കാര്യം പറഞ്ഞ യുദ്ധം അവസാനിച്ചതും 1814 ആയപ്പോഴത്തേക്ക് ഇവര് പാരീസിൽ വെച്ചിട്ട് ഒരു ധാരണ ഉണ്ടായി. ഞങ്ങൾ വിട്ടോളാം, ഞങ്ങൾ ഇവിടുന്ന് പൊക്കോളാം എന്ന് പറഞ്ഞ് ഡച്ചുകാർ ഒരു ഉടമ്പടി വെച്ചു ബ്രിട്ടീഷുകാരുമായിട്ട്. അങ്ങനെ ഇംഗ്ലീഷുകാരുമായിട്ട് ഈ ഉടമ്പടി പ്രകാരം കേരളത്തിൽ നിന്ന് ഡച്ചുകാർ പോയി. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം തിരിച്ചുപോയ യൂറോപ്യൻ ശക്തി ഏതാണ്? ഡച്ചുകാര്. ഒച്ചി പതുക്കെ എഴയുമെങ്കിലും വേഗം എഴഞ്ഞങ്ങ് പോയി 4 ശക്തികളിൽ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയി, പക്കയായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഡച്ചുകാരുടെ കോൺട്രിബ്യൂഷൻ കഴിഞ്ഞു. അപ്പൊ നമുക്കിനി അടുത്തത് ബ്രിട്ടീഷുകാരും അവരുടെ കോൺട്രിബ്യൂഷനുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.